ക്രിസും ദിവ്യയും ചെയ്തെടുത്ത കട്ട്ലറ്റ്. ഇതിന്റെ പേരെന്താണ്? പപ്പിറ്റാന കട്ട്ലറ്റ്സ്. പപ്പിറ്റാന കട്ട്ലറ്റ്. പപ്പിറ്റാന കട്ട്ലറ്റ്സ്. പപ്പിറ്റാന. പപ്പിറ്റാന കട്ട്ലറ്റ്സ്. പാപ്പിറ്റാന കട്ട്ലറ്റ്. ഉടുവാര എന്ന് പറഞ്ഞൊരു ഗുജറാത്തിലൊരു സ്ഥലമുണ്ട്. ഉടുവാര എന്ന് പറഞ്ഞ ഗുജറാത്തിലൊരു സ്ഥലമുണ്ട്. ഒരു ഗ്രാമം. ബാക്ക്ഗ്രൗണ്ട് അതെന്തായിരുന്നു രാവിലെ ഓ. അപ്പൊ ഈ ഉടുവാര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ആദ്യമായിട്ട് പാർസികൾ പേർഷ്യ എന്ന് വന്ന് സെറ്റിൽ ആവുന്നത്. അവർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോസ് ആണ്. അവരുടെ ക്വിസീനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ കുക്കിംഗ് സ്റ്റൈലിൽ പാഴ്സി കുക്കിംഗ് സ്റ്റൈലിലുള്ളൊരു കട്ട്ലറ്റ് ആണ് പപ്പിറ്റാന കട്ട്ലറ്റ്സ്. അതുകൊണ്ട് അവർ പറയുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ, ചീസ്, മിന്റ്, കൊറിയാൻഡർ, ചില്ലീസ്, അംചൂർ പൗഡർ. അംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ മാങ്ങ ഉണക്കി പൊടിച്ചത്, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. അതിന്റെ കൂടെ നാരങ്ങയും ചേർത്ത് ബ്രെഡ് ചെയ്ത്. പിന്നെ സ്പെഷ്യലി ഇത് ബ്രെഡഡ് കട്ട്ലറ്റ് ആണ്. ശരിക്കും പാർസി ഡിഷ് ആകുമ്പം അവർ റവയിൽ മാത്രമാണ് കോട്ട് ചെയ്യുക. പക്ഷേ കട്ട്ലറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ബ്രെഡ് എക്സ്റ്റീരിയർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കട്ട്ലറ്റ് അല്ല. കട്ട്ലറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈഡ് പീസ് ഓഫ് മീറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ മാഷ് വിച്ച് ഇസ് കോട്ടഡ് വിത്ത് ബ്രെഡ്, അതിനെ മാത്രമേ കട്ട്ലറ്റ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇൻസ്പയർഡ് എന്ന് പറയാൻ കാരണം ഇതിൽ ബ്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പാർസികൾ യൂസ് ചെയ്യില്ല, അവരതിന് പകരം റവയാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ കൂടെ കഴിക്കാൻ സാൽസയുണ്ട്, മേയോ ഉണ്ട്, ടൊമാറ്റോ സോസ്. സാൽസ എന്ന് പറഞ്ഞാൽ സവാളയും ഉള്ളി, സവാളയും ടൊമാറ്റോ സാൽസ. അത് തക്കാളിയും സവാളയും ലൈമുമാണ്. അത് മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് സാലഡ് പോലെ, പക്ഷെ അത് നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കുന്നു. അത്ര ഫൈൻ ആയിട്ട്. പക്ഷെ ഇത് ലെയർ പോലെ ഇരിക്കുന്നല്ലോ, അത് ഇങ്ങനെ വെച്ചപ്പോഴതാണ്. അല്ല, അത് അങ്ങനെ സോളിഡ് ആണ്, നമുക്ക് എടുക്കാം. അത് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ. അത് മേയോയും ടൊമാറ്റോ സോസും വേണമെങ്കിൽ. കാരണം കട്ട്ലറ്റിന് സോസ് വേണം നിർബന്ധമില്ല. സാൽസ ആണെങ്കിൽ നല്ലത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇനി ചോദിക്കാം. മനസ്സിലായല്ലോ. എന്നാ പിന്നെ ചേച്ചി പറഞ്ഞോ. ഇല്ലാതെ കഴിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്? ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഫുള്ളായിട്ട് മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് മിൻറ്റ് ലീവ്സ്, അതായത് പുതിന ഇല, കൊത്തമല്ലി ഇല, അതിൻ്റെ കൂടെ അംചൂർ പൗഡർ, ഉപ്പ്, അതിനെ പ്രോപ്പറായിട്ട് അതിനെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു നാരങ്ങയുടെ നീര് അതൊഴിച്ച്, അപ്പോൾ അതിൻ്റെ ഔട്ടർ ലെയറായി. അത് കഴിഞ്ഞിട്ട് ചീസ് അതിനകത്ത് വെച്ച് പച്ചമുളക് സ്പൈസിന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഫുള്ളായിട്ട് ചീസ് അകത്ത് വെച്ച് ഇതിനെ കട്ട്ലറ്റ് ആക്കിയിട്ട് പിന്നെ അതിന് കോട്ടിംഗ് വരും. കോട്ടിംഗ് വരുന്നത് ആദ്യം എഗ് വാഷിൽ, അത് കഴിഞ്ഞിട്ട് മൈദയുടെ ഫ്ലവർ ലിക്വിഡ് ആക്കി അതിൽ ഉപ്പും പെപ്പറും ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ബ്രെഡ്, ആ ബ്രെഡിന് പ്രോപ്പറായിട്ടൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഈ കട്ട്ലറ്റ് നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ 3 മാസം വരെ അങ്ങനെ തന്നെ ഇരിക്കും. എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്യാവുന്ന രീതിയിൽ. പക്ഷേ ഇത് ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ തന്നെ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഷാലോ ഫ്രൈ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. എല്ലായിടത്തും. ഓക്കെ, കഴിച്ചു നോക്കാം പ്ലീസ്. ഓക്കെ, ഇനി മാർക്ക് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അവർ ഡിസ്കസ് ചെയ്യട്ടെ, നമുക്ക് പേപ്പർ കൊടുക്കാം. അവർ മാർക്ക് ഇട്ടു.
Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. ക്രിസ്, ദിവ്യ ചെയ്ത വിഭവം നമ്മൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഭിപ്രായങ്ങൾ പറയാം. ആദ്യം ബീന ചേച്ചിയും നവീൻ കഴിച്ച ഓർഡർ പോട്ടെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് ഉരുളക്കിഴങ്ങിൻ്റെ നല്ല ഫ്ലേവറുള്ള പക്ഷെ കട്ട്ലറ്റായിട്ട് എനിക്കെന്തോ അങ്ങനെ എന്താ പറയുക നല്ല ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റുള്ള ഒരു ഡിഷാണത്. പിന്നെ കുറച്ചും കൂടി ക്രിസ്പിനെസ് ആയാലോ എന്നിങ്ങനെ തോന്നിയായിരുന്നു ഒരിത്തിരി കൂടെ. പിന്നെ ബാക്കി ചേരുവ ഇതെല്ലാം ടേസ്റ്റ്, ഉപ്പ് കറക്റ്റ്, ബാക്കി എല്ലാ ചേരുവകളും കറക്റ്റ്. പക്ഷെ അതൊരു കട്ട്ലറ്റിൻ്റെ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിത് അതൊക്കെ അതിൻ്റെ ഓതൻറ്റിക്കായിട്ട് അവർക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പക്ഷേ കറക്റ്റ് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നല്ല അത് പിന്നെ അത് തന്നെയാണെന്ന് പറഞ്ഞല്ലോ, അത് മാത്രമേ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ അതിൻ്റെ സോസ് ഗംഭീരം. അത് രണ്ടും കൂടെ കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ഉരുളക്കിഴങ്ങ് ആ ഒരു പൊട്ടറ്റോൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതെ, അത് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. ബാക്കി എനിക്ക് അല്ലേ നിനക്ക് തോന്നിയത് അതാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, രണ്ടാമത് കഴിച്ചത് നാദിറ. ഞങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസിന്റെ ഒരു കുറവുകൊണ്ടായിരിക്കാം, പക്ഷെ ടേസ്റ്റ് വൈസ് ഗുഡ്. നിങ്ങൾ ടേസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നല്ല മാർക്ക് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഫീൽ ചെയ്തു കട്ട്ലേറ്റ് ആണോ എന്ന്. കാരണം ഈ ഒരു നമ്മൾ ഈ വടാപ്പാവ് എന്തോ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ഡിഷ് തന്നെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നതും അല്ലേ. പട്ടിരാന കട്ട്ലറ്റ്സ് ഉരുളക്കിഴങ്ങിന്റെ കട്ട്ലറ്റ് അല്ല, പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഇത് കട്ട്ലേറ്റ്. അല്ല ശരിക്കും ഇത് അവിടെ കട്ട്ലറ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കണത് ഇങ്ങനെ. അതെ, നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം കേട്ടോ. നമ്മുടെ കൺസെപ്റ്റ് ടിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് കോട്ടിംഗ് ഉണ്ടാവില്ല, കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് കോട്ടിംഗ് ഉണ്ടാവും. രണ്ടും ഇതുപോലെ തന്നെയായിരിക്കും. പറഞ്ഞല്ലോ. ഫസ്റ്റ് എനിക്ക് ക്രിസേട്ടൻ വന്ന് ആധികാരികമായിട്ട് കഥ പറയുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന ദിവ്യജിയുടെ അതേ എക്സ്പ്രഷൻ ആയിരുന്നു എനിക്കും. നമുക്കറിയില്ല, നമ്മൾ കുറെ മണ്ടന്മാര്, നമ്മൾ എന്ത് പറഞ്ഞും പറ്റിക്കാന്നുള്ളൊരു ധാരണ അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കഥ ഇതിന്റെ ബാക്ക് സ്റ്റോറി നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ തമാശ രീതിയിൽ പറഞ്ഞെന്നുള്ളട്ടെ, സത്യമായിരിക്കും അത്. അപ്പൊ ഇത് കഴിച്ചപ്പോഴത്തേക്ക് ഞാനൊക്കെ ആകെ കഴിച്ചണ കട്ട്ലേറ്റ് നമ്മുടെ ബേക്കറിക്ക് ഇടണ ചിക്കൻ കട്ട്ലേറ്റും എൻ്റെ മനസ്സിൽ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെയും മീറ്റിൻ്റെയും മാത്രം. അതിൽ ഡിഫറൻസ് വരുന്ന ഒരു കാര്യം, അത് ബ്രെഡ് ക്രംസ്, സ്റ്റോർ ബ്രോഡ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന കാരണം അത് ഡാർക്ക് ബ്രൗൺ ആയിട്ട് അവർ മൈദ മാത്രം യൂസ് ചെയ്ത് കോട്ട് ചെയ്യുന്ന കാരണം അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ തിക്കായിരിക്കും അതിൻ്റെ സ്കിൻ. അപ്പോൾ ഈ തൊലിയിൽ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകുന്ന കട്ട്ലറ്റാണ് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്നത്. അത് സ്റ്റോർ ബ്രോഡ് ഇതാണ്. ഇത് ബ്രെഡ് ഇപ്പം പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി വളരെ സോഫ്റ്റ് ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മേഘത്തിൻ്റെ കഷ്ണം കഴിച്ച പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കും. അതാണ് കട്ട്ലറ്റ്. ഞാനിത് ഒപ്പീനിയനായിട്ട് പറയണതല്ല, റിവ്യൂ എന്നുള്ള രീതിയിൽ പറയണമെന്നുള്ളൂ. ഭക്ഷണം നമ്മൾ പോയി കഴിക്കുമ്പോഴത്തേക്ക് അല്ലാണ്ട് ഇത് പറയാനുള്ള ഞാനോ അതൊന്നും എനിക്കില്ല. ആകെ കഴിച്ച് എന്താ ഫീൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, അതെല്ലാവരുടെ ഫുഡാണെങ്കിൽ കൂടി. അപ്പോൾ എനിക്ക് ഞാൻ നാദ്രേനോട് പറഞ്ഞതുപോലെ കഴിച്ചപ്പോഴത്തേക്കും ഒരു നോർത്ത് ഇന്ത്യനിലുള്ള, കാരണം ഇതൊന്നും കഴിച്ചിട്ടില്ല മുൻപ്, ആ ഒരു സംഭവമാണ് ഫീൽ ചെയ്തത്. നമ്മുടെ ഈ മിന്റിന്റെയും പൊട്ടാറ്റോയും ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരു എന്താ പറയാ, എന്താ വടാപ്പാവും ബേൽപൂരി എന്നൊക്കെ ഒരു ആ ഒരു കാറ്റഗറി പോലെ. പക്ഷെ ടേസ്റ്റ് നല്ലതായിരുന്നു. എനിക്ക് ബാക്കി എനിക്ക് ഫീൽ ചെയ്ത് ഇതാണ്, അത്രേ ഉള്ളൂ. സത്യസന്ധമായി പറഞ്ഞ ഒരു കട്ട്ലറ്റിന്റെ വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ലെന്നാണ് എനിക്കും തോന്നിയത്. കാരണം ഞാനൊരു നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഈ പൊട്ടറ്റോ വെച്ച് ചെയ്യുന്ന ഡിഷസ് മെയിനായിട്ട് നമ്മളൊരു മെയിൻ കോഴ്സ് പോലെ കഴിക്കാറുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തിലെ പൊട്ടറ്റോ പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കും, ബട്ടറൊക്കെ ചേർത്ത്. കാരണം പോഷക സമൃദ്ധമാണ്, നല്ല പുഷ്ടി വയ്ക്കാൻ. പിന്നെ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ബട്ടറിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ ഇത് ഈ കട്ട്ലറ്റ് വിഭാഗത്തിൽ പെടുത്താൻ എൻ്റെ അറിവിലും എനിക്ക് തോന്നുന്നില്ല. ഇത് മെയിനായിട്ട് നമ്മൾ ബീഫ് സ്റ്റേക്ക്, ചിക്കൻ സ്റ്റേക്കിന് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഇപ്പം നമ്മുടെ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടെ വെക്കുന്ന ഒരു മെയിൻ സംഭവമുണ്ട്, ഒരു ഡിഷ്, ഈ പൊട്ടറ്റോ. അതിനെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത് ഒരു മിന്റൊക്കെ ഇട്ടിട്ട് ചില സ്ഥലത്ത് മിന്റും കൊത്തമല്ലി ഒന്നും വരത്തില്ല. ചില സ്ഥലത്ത് ചിലർ മിന്റും നാരങ്ങ നീരൊക്കെ ഒഴിക്കും. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിഷ് കോമ്പിനേഷൻ അതിൻ്റെ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയ. കട്ട്ലറ്റിൻ്റെ ആയിട്ട് തോന്നിയില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു ബ്രെഡ് മാത്രം. ഞങ്ങൾ ചെയ്തതും മൈദയൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെറും ബ്രെഡിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയത്. വേറെ മൈദ, വേറെ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ചെയ്ത കട്ട്ലറ്റിൽ. ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് വെച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പം ആ ഒറ്റ ഇതേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റി സാധനം. അതിൻ്റെ എനിക്ക് ആ സാൽസ നന്നായിട്ട് ഇഷ്ടം, നല്ല ഭയങ്കര ടേസ്റ്റ്.
എനിക്കും ആദ്യം ഫീൽ ചെയ്ത സാധനം ഇത് തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് ഭയങ്കരമായിട്ട്, കാരണം ഒന്നാമത് ഈ നമ്മൾ ഈ സിസ്ലറൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡ് ഡിഷാണ് ഈ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തതും. ഈവൻ മിൻറ്റ് അതിൽ ചേർത്തിട്ടില്ലെങ്കിൽ മിൻറ്റ് ചട്നി പോലത്തെ ഒരു സംഭവം നമുക്കുണ്ട് പ്ലേറ്റർ മേടിക്കുമ്പോഴും ഇതൊക്കെ മേടിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് ഓൾറെഡി ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ആ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു, ആ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ എനിക്ക് കട്ട്ലേറ്റ് വിഭാഗത്തിലാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു സ്ഥലം പറഞ്ഞു, ഇനി അവിടുത്തെ, കാരണം എനിക്ക് അതിനെ പറ്റി അറിയില്ല. അപ്പം അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഒരു ഡൗട്ട് ഉണ്ട്, കാരണം നമ്മൾ കഴിക്കുന്ന സിസ്ലറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സൈഡ് ഡിഷാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കട്ട്ലേറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഒരു അഭിപ്രായം കൂടി, ഇപ്പൊ ക്രിസ്തേട്ടന്റെ മൈൻഡ് വോയിസ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാരുടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ല അതല്ല എന്റെ മൈൻഡ് വൈസ് ഞാൻ പറയും, ഇത് കഴിഞ്ഞ് പറയാം. ക്രിസ്തേട്ടൻ ചിലപ്പോൾ ഷെഫിന് മനസ്സിലാവുന്നുള്ള രീതിയിലായിരിക്കും പ്ലാൻ ചെയ്തെന്ന് വന്നപ്പോഴത്തേക്കും എന്താ പറയുക, ടെസ്റ്റ് ചെയ്യാൻ വന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഇതിനെപ്പറ്റി അധികാരമായിട്ടൊന്നും അറിയത്തില്ല. അല്ല, ഇത് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ഓരോ ഏരിയയിൽ ഓരോന്ന് പോലെയാണ്. അമേരിക്കയിൽ കിട്ടുന്ന ക്യാൻഡീസിൽ കൂടുതലും കറുവപ്പട്ട ആഡ് ചെയ്യും. നമുക്കത് കഴിക്കാൻ പറ്റില്ല, കാരണം കറുവപ്പട്ട ടേസ്റ്റ് മാത്രം ഉണ്ടാകുന്ന ഒരു ക്യാൻഡി കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചേർന്നതല്ല. അവരുടെ പാലറ്റിന് അത് കറക്റ്റാണ്. അതേപോലെ ഉടുവാറയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെന്ന് അവിടെ കട്ട്ലറ്റ് കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചൈനീസ് ഫുഡിൽ മുഴുവൻ കൊത്തമല്ലിയൊക്കെ ഇട്ട് അതിനെ ചൈനീസ് അല്ലാണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും ഏത് നാട്ടിലെ എന്ത് ഡിഷാണോ ആ ഫ്ലേവറിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ദീപന്റെ ആദ്യം മറ്റേ ജീരകം കൂടി നിൽക്കുന്നതല്ല. അത് മെക്സിക്കൻ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അപ്പോൾ ഏത് രാജ്യത്തെ ഫുഡാണോ ആ ഫ്ലേവർ മനസ്സിലാക്കാൻ ആ പാലറ്റ്. നോർമലി നമ്മുടെ മലയാളികൾ ഒരു ചെറിയ ഗുണമാണോ ദോഷമാണോ തരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ യു എസ് ട്രിപ്പ് പോയാലും നമ്മൾ ചോദിക്കും കഞ്ഞിയും ചമ്മന്തി, അവിടുത്തെ ഫ്ലേവർ എന്താണെന്നോ അവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മൾ പോകാറില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഞാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മൾ തായ്വാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ മെക്സിക്കോ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ അവിടുത്തെ ടേസ്റ്റ് അറിയാൻ നോക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റൂല, ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷെ ബേസിക്കലി നമുക്കൊരു ടോൺ ഉണ്ട്, നമ്മുടെ നാവിനൊരു. നമുക്ക് അത് കിട്ടിയാലേ സുഖമുള്ളൂ. ഇപ്പോൾ തായ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആ മിക്സ്. അത് എന്താന്ന് പോലും നമ്മൾ അറിയാതെ നമ്മൾ കഴിക്കുകയില്ല. നമ്മൾ വെറുതെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പോകും. പക്ഷെ അത് മുക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉപ്പും മുളക് പൊടിയും ചേർത്ത് മാങ്ങ കഴിക്കുന്നതിൻ്റെ വേറൊരു ഫീലാണ്. പഞ്ചസാരയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് അതൊരു പിങ്ക് കളർ പൊടിയാണ്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നാഗാലാൻഡിലുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അവര് വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഫുഡാണ്. സിമ്പിൾ. അപ്പൊ അത് ഓരോ നാടിന്റെയും പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തോളൂ, നമ്മളിപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട വിഷ്ണു. കാരണം നമുക്കിവിടെ വരുന്ന ഗസ്റ്റുകളും ഇപ്പൊ ഷെഫുമാരല്ലാതെ വരുന്ന ഗസ്റ്റുകളും അഭിപ്രായങ്ങൾ പറയാറില്ലേ. അത് അവരുടെ രുചിയാണ്. നമ്മളിവിടെ പ്രോമിനൻസ് കൊടുക്കുന്നത് രുചിക്കാണ്. അത് രുചിയുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. അതാണ് നമ്മൾ പറഞ്ഞത്, പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്.